ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ സാധാ അപ്പം പിന്നെ ചട്നിയാണ് കേട്ടോ. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ചൂടോടെ തന്നെ ഞാനിതാ മുറ്റൊക്കെ അടിച്ച് വരാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ അർജൻറ്റൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ സാവധാനത്തിൽ അങ്ങനെ ഓരോരോ പണി അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഞാനിതാ മുറ്റടിച്ച് വാരുകയാണ്. അപ്പോൾ അതാ മിഷു ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണല്ലോ അല്ലേ മുറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മുറ്റം അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാനിതാ വേഗം മുറ്റൊക്കെ അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ചമ്മലൊന്നുമില്ല, എന്നാലും അടിച്ച് വാരിയിട്ടില്ലെങ്കിൽ ഒരു പൊറുതികേടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. അപ്പോൾ മിഷുവിന് ഇങ്ങനെ ഒരു സന്തോഷമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങോട്ട് ഇറക്കിയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പുറത്തൊക്കെ പണിയെടുക്കുമ്പോൾ പിന്നെ ഓനെ പുറത്തേക്ക് ഇറക്കലാണ് കേട്ടോ. അപ്പോൾ ഓനക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ വന്നാൽ ഫസ്റ്റ് കാണുന്ന ഭാഗമാണല്ലേ നമ്മുടെ വീടിന് മുറ്റം. അപ്പോൾ നമുക്ക് വീടിൻ്റെ മുറ്റം പരന്ന് കടന്നാൽ അതിൽ നിന്ന് നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയെടുക്കൂലേ. അപ്പോൾ ആദ്യം എന്തിൻ്റെ ഇതാണെങ്കിലും ആദ്യം പുറം കണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കുമല്ലോ അല്ലേ. അപ്പം അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റം അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ മുറ്റം കണ്ടിട്ട് അവർ നമ്മളെ വിലയിരുത്തൂലേ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഒന്നും അടിച്ച് വാരാനില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ നമ്മളെ വീടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഞാനിവിടെ എന്തിനാണ് കയറിയത് വെച്ചാൽ ഇവിടെ നമുക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പണിയൊക്കെ ഞാൻ എടുക്കൽ. എന്നാലാണ് മിഷീനൊക്കെ നോക്കാൻ കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ചകിരിയൊക്കെ ഇവിടെ വെയിലത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഇടാനുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വറകൊക്കെ ചെറുതാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ പണിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നീന് കേട്ടോ. കമൻറ്റ് ബോക്സിൽ ടോ എന്ന് ബോറടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ടോ എന്നുള്ളതൊന്ന് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ടോ എന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെ പറയാമെന്നിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടോ എന്നുള്ളതൊന്ന് മാറ്റാൻ പറ്റുമോ എന്നൊന്ന് പരിശ്രമിച്ച് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ചകിരിയൊക്കെ വെയിലത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിത് കുറച്ച് വറകൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കുകയാണ് കേട്ടോ. അയ്യോ പിന്നെയും ടോ എന്ന് പറയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വറക് ചകിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചകിരി ഉണങ്ങി കിട്ടിയാൽ നല്ല സുഖമാണല്ലേ കത്തിച്ചെടുക്കാൻ. പെട്ടെന്ന് ആയിക്കിട്ടും, നല്ല ചൂടാണല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ അധികം ചകിരി തന്നെയാണ് കേട്ടോ കത്തിക്കാറ്. അപ്പോൾ അത് ഇവിടെയൊക്കെ ആകെ പരന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അടിച്ച് വരാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വിറകും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് വാരാൻ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അടിച്ച് വാരലുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആയി അടിച്ച് വാരിയിട്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വറകൊക്കെ വെട്ടൽ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിതൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് പോന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചിട്ടാണ്ട് പിന്നെ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മിഷുവിന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓനെങ്ങനെ പുറത്തു കൂടെ ഒക്കെ ഇറക്കിയിട്ടാണ് ഞാൻ കൊടുക്കൽ കേട്ടോ. എന്നാലാണ് കുറച്ചൊക്കെ ഒന്ന് പള്ളിയിലായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓനെ ഈ മരത്തും ഇരുത്തിയിട്ടാണ് കേട്ടോ എനിക്ക് ചായ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരുത്തിയിട്ട് വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മെഷീന് ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് തിരുമ്പാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുപ്പികളൊക്കെ കഴുകാനുണ്ടായിട്ട്. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഒഴിഞ്ഞതൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകിയിട്ട് ഉണക്കിയിട്ട് പിന്നെ അതിലങ്ങനെ കഴിച്ചിടലാണ് കേട്ടോ. അപ്പോൾ ഒന്നൊരു 2-3-4 കുപ്പികളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഇത് പപ്പട പാത്രമാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞാൻ കുപ്പിയൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ ഒന്ന് ഉണക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ കിച്ചണിലുള്ള ബോട്ടിലുള്ള എന്ത് സാധനം കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അത് കഴുകിയിട്ട് ഉണക്കിയിട്ട് പിന്നീട് അതിൽ കഴിച്ചിട്ടാണെങ്കിൽ നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, എന്നാലും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വലിയ അർജൻറ്റില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ എല്ലാതും റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ കുപ്പികളൊക്കെ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് വെളുത്തുള്ളി ഒന്ന് എണ്ണ തേച്ചിട്ടൊന്ന് വെയിലത്ത് വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ വെയിലത്ത് ഇങ്ങനെ വെളുത്തുള്ളി വെച്ചാൽ വെളുത്തുള്ളിയുടെ തൊലി നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി തൊളിച്ചെടുക്കാൻ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ, കുറച്ച് സമയം അധികം വരൂലേ. അപ്പോൾ ഇങ്ങനെ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് കുറച്ച് എണ്ണ ഒന്ന് ആക്കിയിട്ടൊന്ന് വെയിലത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ചെറിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ തൊളിച്ചെടുക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെ ഇത് വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കുറേ പണികളുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ കുറച്ച് മുരിങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ അടച്ച് വെക്കലാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ കറിവേപ്പിലുണ്ട്, എന്നാലും ചില സമയത്തൊക്കെ നമുക്ക് പുറത്തേക്ക് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ മിഷുവിൻ്റെ പിന്നാലെ പോരും കേട്ടോ കറിവേപ്പിലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് പോകുമ്പോൾ ഓൻ എൻ്റെ പിന്നാലെ പോരും. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് വെക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ഒടിച്ച് കൊണ്ടുവന്ന് ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്, എന്നാലും ഇങ്ങനെ വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ മുരിങ്ങ ഒന്ന് ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട്, പിന്നെ പപ്പടം. അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ മുരിങ്ങ നല്ല മുരിങ്ങയാണ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മുരിങ്ങയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മുരിങ്ങയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പ്രിയപ്പെട്ട ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനിതാ മീനൊക്കെ നന്നാക്കി എടുത്തിട്ട് ഇത് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് തന്നെ പിന്നെ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ അടുക്കള പണി എല്ലാതും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണി പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ ഒരു ഭാഗമൊക്കെ വേവായിട്ടുണ്ട്. പിന്നെ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീൻ പൊരിച്ചതും മുരിങ്ങാത്താളിപ്പും നല്ലൊരു ടേസ്റ്റാണല്ലേ, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഒരു താളിപ്പും മീൻ പൊരിച്ചതും ഉണ്ടായാൽ ചോറ് കഴിക്കാൻ. അപ്പോൾ അത് നമ്മുടെ ഉച്ചക്കുള്ള ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ.
അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ചകിരിയൊക്കെ വാരി വെക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാനിത് ഇതെല്ലാതും വാരിയിട്ട് ചാക്കിലേക്ക് നിറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.